തീർച്ചയായിട്ടും റോബിൻ പറഞ്ഞതുപോലെ വളരെ പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് ജനങ്ങൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. യുവജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം നമുക്കറിയാം ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ 2012 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു കോൺക്ലേവ് ആണ്. അതിനാൽ തന്നെ പുതിയ തലമുറ വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് കോൺക്ലേവിന്റെ നടപടിക്രമങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്. അതിനാൽ തന്നെ യുവജനങ്ങളുടെ വലിയൊരു നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ സമയം വത്തിക്കാനിൽ 6:42 കഴിഞ്ഞിരിക്കുന്നു. ഇനി 17 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ 7 മണി, രാത്രി 7 മണിയാകാൻ. അതിനാൽ തന്നെ ആകാംക്ഷയോട് കൂടി തന്നെ ഇപ്പോൾ വത്തിക്കാൻ ചത്രത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ജനങ്ങൾ TV സ്ക്രീനിന് മുന്നിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലരും അവരുടെ രാജ്യങ്ങളുടെ കൊടിയൊക്കെ വീശിക്കൊണ്ടാണ് അവിടേക്ക് എത്തുന്നത്. ഒരുപക്ഷെ തങ്ങളുടെ രാജ്യത്തിൽ നിന്നും വന്ന കാർഡിനൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സന്തോഷത്തോടെ അത് വീശുവാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കൊടികൾ നമുക്ക് കാണാൻ സാധിച്ചു. ബ്രസീലിൽ നിന്നും അമേരിക്കയിൽ നിന്നും അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കൊടികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു റോബിൻ. അപ്പോൾ ജനങ്ങൾ വളരെയധികം ആകാംക്ഷയിലാണ്, വളരെയധികം പ്രതീക്ഷയിൽ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് റോൾ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് ദൃശ്യങ്ങൾ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ജനങ്ങൾ വത്തിക്കാൻ ചത്രത്തിലേക്ക് നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു അഭൂതപൂർവമായിട്ടുള്ള ഒരു ജനത്തിരക്ക് ആദ്യമായിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ വത്തിക്കാനിൽ കാണാൻ സാധിക്കുന്നത്. പോലീസിന്റെ കർശനമായിട്ടുള്ള ഒരു സുരക്ഷാ പരിശോധനയ്ക്കൊക്കെ ശേഷമാണ് ജനങ്ങളെ ഇവിടേക്ക് കയറ്റിവിടുന്നത്. വത്തിക്കാൻ ചത്രത്തിലേക്ക് എത്താൻ സാധിക്കാത്ത ജനങ്ങൾ ഇവിടെ സ്ക്രീനിന് മുന്നിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ, നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ചരിത്ര മുഹൂർത്തം. ആദ്യഘട്ട വോട്ടിങ്ങിന്റെ ആ ഒരു റിസൾട്ട് അത് ബ്ലാക്ക് സ്മോക്ക് ഓർ വൈറ്റ് സ്മോക്ക് ആണെങ്കിൽ ഒരുപക്ഷെ ഈ ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവത തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, വത്തിക്കാനിൽ സംഭവിക്കാൻ പോകുന്നത്. ചരിത്രത്തിലെ ഒരു അപൂർവതയായിരിക്കും. ബ്ലാക്ക് സ്മോക്ക് ആണെങ്കിൽ റോബിൻ പറഞ്ഞതുപോലെ നാളെ വീണ്ടും വോട്ടിംഗ് തുടങ്ങും. നാളെ രാവിലെ 7:45 കാർഡിനൽസ് കാസ സാന്താ മാർത്തയിൽ നിന്നും വീണ്ടും അവർ വത്തിക്കാൻ അപ്പസ്തോലിക പാലസിലേക്ക് എത്തും, സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തും. 8:15 പരിശുദ്ധ കുർബാനയുണ്ട് പൗളിൻ ചാപ്പലിൽ. വീണ്ടും 9:15 പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം ആദ്യഘട്ട വോട്ടിംഗ് ആരംഭിക്കും. നാളെ വീണ്ടും മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 10:00 വൈറ്റ് സ്മോക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് നാളത്തെ കാര്യമാണ്. പക്ഷെ ഇന്നത്തെ എല്ലാ കണ്ണുകളും ഇപ്പോൾ സിസ്റ്റൈൻ ചാപ്പലിലേക്കാണ്. സിസ്റ്റൈൻ ചാപ്പലിലെ ആ ഷിമിനി കുറെ കൂടി ദൃശ്യമാകുന്ന രീതിയിൽ പ്രകൃതി തന്നെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ശക്തമായിട്ടുള്ള ഒരു സൂര്യപ്രകാശം അവിടെ നിന്നും വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മേഘാവരണം അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന ജനങ്ങളൊക്കെ ഇപ്പോൾ ആകാംക്ഷയോടെ വത്തിക്കാൻ ചത്രത്തിലേക്ക് പോവുകയാണ്. അവർ ക്യാമറകളൊക്കെ ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ തങ്ങളുടെ മൊബൈൽ ക്യാമറകളൊക്കെ അങ്ങോട്ടേക്ക് ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വീണ്ടും ആ വത്തിക്കാൻ ചത്രം ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന രീതിയിൽ ക്യാമറ വെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ കണ്ണുകളും ഇപ്പോൾ ആ ഒരു പുകക്കുഴലിലേക്കാണ്. അവിടെ നിന്നും ഉയരുന്നത് വെളുത്ത പുകയായിരിക്കുമോ കറുത്ത പുകയായിരിക്കുമോ എന്ന ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ. പലരും മൊബൈൽ ക്യാമറകളൊക്കെ അങ്ങോട്ടേക്ക് സൂം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ അവിടേക്കാണ്. ഇപ്പോൾ ആ ഒരു പുകക്കുഴലിലേക്കാണ് ഇപ്പോൾ 6:45 കഴിഞ്ഞിരിക്കുന്നത്. വെറും 15 മിനിറ്റ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ആ സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകളിൽ ആ ഒരു പുക ഉയരാൻ വേണ്ടി. ഒരുപക്ഷെ വോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടാകാം. 133 കാർഡിനൽസും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ ഒരു കൗണ്ടിംഗ് പ്രോസസ്സിന്റെ ഒരു അവസാന ഘട്ടമായിരിക്കാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു 7 മണിയോട് കൂടി തന്നെ ലോകം കാത്തിരിക്കുന്ന ആ ഒരു വാർത്ത സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകളിൽ നിന്ന് നമുക്ക് ദർശിക്കാൻ സാധിക്കും. പലരും മൊബൈലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നമുക്കറിയാം വത്തിക്കാൻ ചത്വരമാണ് നിറഞ്ഞു കവിഞ്ഞ് ഇപ്പോൾ ഈ വഴിയിലേക്ക് വരെ ജനങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഈ റോഡ് സൈഡിലൊക്കെ ജനങ്ങൾ ഇരിക്കുന്നു. പലരും പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മാധ്യമങ്ങൾ വിവിധ വിശ്വാസികളുടെ ജനങ്ങളുടെ ഒക്കെ പ്രതികരണങ്ങളൊക്കെ എടുക്കുന്നു. ആകാംക്ഷയിലാണ്. ഇനി അടുത്ത 15 മിനിറ്റിനുള്ളിൽ എന്തും സംഭവിക്കാം. തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് സ്മോക്ക് ആണോ വൈറ്റ് സ്മോക്ക് ആണോ, നാളുകളായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് കർത്താവ് ഇന്നേ ദിനം ഉത്തരം നൽകുമോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ജനങ്ങൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പുകക്കുഴൽ കൃത്യമായി ദർശിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ പ്രകൃതി തന്നെ ഇപ്പോൾ സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കും. നല്ലൊരു ക്ലൈമറ്റ് ആണ്. രാവിലെ മഴയൊക്കെ പെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ മഴയൊന്നുമില്ല. നല്ലൊരു സ്വസ്ഥമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റോബിൻ, വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ കോൺക്ലേവിന്റെ ആ ഒരു പ്രോസസ്സുകളെ ഇപ്പോൾ വിശ്വാസി സമൂഹം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്.